വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി.ജെ.പിയെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. പ്രത്യേകിച്ച് പാലക്കാട്, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ തുടങ്ങി വിവിധ മുനിസിപ്പാലിറ്റികൾ, വിവിധ ഗ്രാമപഞ്ചായത്തുകൾ. അപ്പോൾ എങ്ങനെയാണ് ബി.ജെ.പി ഈ നീക്കത്തെ ഓവർകം ചെയ്യുക? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നോക്കൂ, അവരൊരു മുന്നണിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ആർക്കും വലിയ സംശയമൊന്നുമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന നിരവധി മുനിസിപ്പാലിറ്റികളിൽ അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ സഖ്യം അൺഒഫീഷ്യലി യാഥാർത്ഥ്യമാക്കിയിരുന്നു എന്നുള്ള കാര്യം. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കഴിയുന്ന അപ്പോൾ ബി.ജെ.പി ആയിരിക്കും ഒരുപക്ഷെ അവിടെ ജയിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബി.ജെ.പി തൊട്ടടുത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബി.ജെ.പി ഇത്തവണ ജയിക്കുമെന്നുള്ള ഒരു ധാരണ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുന്നണി 100 വോട്ട് പോലും തികച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് താഴേക്ക് പോകുന്നതാണ് നമ്മൾ പല വാർഡുകളിലും നമ്മൾ കാണുന്നത്. നമ്മളെയാണല്ലോ മച്ചമ്പി. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവർ പലയിടത്തും അത്തരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചതുകൊണ്ടാണ് 50 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിനുശേഷം പഞ്ചായത്തുകളുടെ ഭരണത്തിൻ്റെ എണ്ണം കുറഞ്ഞ് 12ലേക്ക് 13ലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു അട്ടിമറിയാണിത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പോൾ ഇത് പാലക്കാടും തൃപ്പൂണിത്തുറയിലുമാണ് അവർ നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അവർ അത്തരത്തിൽ യോജിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും അവരെ രണ്ടുപേരെയും സംബന്ധിച്ചെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഒരൊറ്റ മുന്നണിയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മോഷണത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സഖ്യകക്ഷികളാണ് എന്നുള്ള കാര്യവും നിങ്ങൾ പഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങി കേരള നിയമസഭയ്ക്കകത്ത് വരെയും ഇതുപോലെ സഖ്യകക്ഷിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ നാട്ടിൽ ഒരു ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഭരിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയമായിട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ തടയിടാൻ അറിഞ്ഞുകൂടായികയൊന്നും അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരത് ചെയ്യട്ടെ. ചെയ്തതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ മാതിരി 1-2 ആൾക്കാരെ തല്ലിക്കൊള്ളാന്നല്ല, ഇത്ര സ്ക്വയർ ഫീറ്റിലേക്കാണ് എല്ലാവരും തല്ലിക്കൊള്ളാന്നാണ് അവരെടുക്കുന്ന കൊട്ടേഷൻ. ഇങ്ങോട്ട് കിട്ടിയില്ലേ എനിക്ക് ആരും അറിയണ്ട. ശ്രീ യുവരാജ് ഗോകുൽ, ഇതൊന്നും ആത്യന്തികമായ വിജയമേ അല്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് കേട്ടില്ല, UP പോലെയൊന്നും ബി.ജെ.പിക്ക് കേരളം ഒരു വളക്കൂറുള്ള മണ്ണയാകത്തില്ലെന്നാണ് പറയുന്നത്. ഉറപ്പിക്കാമോ? 35 കൊല്ലം ബംഗാളിനകത്ത് ഇവർ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവിടെ ബി.ജെ.പി വളരില്ല, ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. ശ്രീ PC ജോർജിന് സ്വന്തം വാർഡിൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ഒരു ദേശീയ സെക്രട്ടറിക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത് MA ബേബിയെ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആക്കിയതിന് ശേഷം. അതുവരെ നിങ്ങളുടെ ദേശീയ പാർട്ടിയുടെ, നിങ്ങളുടെ ദേശീയ തലത്തിലുള്ള പാർട്ടി സെക്രട്ടറിക്ക് പോലും വാർഡ് ഇലക്ഷൻ പോട്ടെ, നിയമസഭയിലോ ലോക്സഭയിലോ പോലും സ്വന്തം ബൂത്തിൽ പോയിട്ട് അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഗതികേടുണ്ടായിരുന്ന പാർട്ടിയാണ് നിങ്ങൾ. അപ്പോഴാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് 10-12 സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, സംസ്ഥാന അധ്യക്ഷനുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, മറ്റനേകം ഭാരവാഹികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനകത്ത് ഒരു സംസ്ഥാന ഉപാധ്യക്ഷനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ വാർഡ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ ദേശീയ തലത്തിൽ തന്നെ നിങ്ങളുടെ ദേശീയ സെക്രട്ടറിയുടെ അവസ്ഥ ഇതായിരുന്നു എന്നുള്ളവരുടെ ഒന്ന്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. രണ്ടാമത്തെ കാര്യം, ഇത് ജന്മഭൂമിയുടെയും ജനത്തിൻ്റെയും വാർത്തയൊന്നുമല്ല. October 1, 2024 മലയാള മനോരമയുടെ വാർത്തയാണ്. അതിനകത്ത് നിങ്ങളുടെ പാർട്ടിയുടെ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാർട്ടി വോട്ട് ബി.ജെ.പിക്ക് ചോർന്നെന്ന് CPM. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനേക്കാൾ വോട്ട് ബി.ജെ.പിക്ക്. സന്തോഷായി. പാർട്ടി വോട്ടുകൾ ബി.ജെ.പിക്ക് മറിയുകയാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട്. ആറ്റിങ്ങൽ LDF പരാജയത്തിൻ്റെ കാരണം വോട്ടുകൾ ബി.ജെ.പിക്ക് പോയതാണ്. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ വോട്ട് CPM, താങ്കൾ പറഞ്ഞെന്താണ്, CPMൻ്റെ വോട്ട് എങ്ങും പോകുന്നതല്ല, അത് അടിസ്ഥാനപരമായ വോട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും CPMൻ്റെ വോട്ടിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന
ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഇന്റേണൽ റിപ്പോർട്ടാണ് നിങ്ങളുടെ വോട്ടുകൾ കാര്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം. ഇത്തവണ തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവനും BJP പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. നെടുങ്കാട് വാർഡ് കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ CPM-ന്റെ കുത്തകയായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്നു. 2020 തകർന്നു. ഇത്തവണ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചോ? നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം വാർഡ് കടകംപള്ളി വാർഡ് BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ അടിപൊളി. നിങ്ങളൊന്ന് നോക്കി നോക്കുന്നേ, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മോസ്കോ എന്നും ചൈന എന്നും ഒക്കെ പേരിട്ട് വിളിച്ചിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ കൗൺസിലർമാരാണ്. അത് കോൺഗ്രസിന്റെ തലയിലേക്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ല. അവിടെ CPM-ന്റെ വോട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ പറയും കോൺഗ്രസിന്റെ വോട്ട് 1000 ഉണ്ടായിരുന്നു, അതിപ്പോൾ 300 400 ആയി എന്നുള്ള കാര്യം. ശരി, CPM-ന്റെ വോട്ട് 3000 4000 ഉണ്ടായിരുന്നത് ഇന്ന് 1500 1800 ഉള്ളൂ. അതെന്താ നിങ്ങൾ പറയാത്തെ? അതുകൊണ്ടുകൂടിയാണ് BJP-ക്ക് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ കോട്ടകൾ ഞങ്ങൾ ഇന്ന് ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല. ആൾക്കാർ ദേശാഭിമാനിയും കൈരളിയും മാത്രമല്ല, മറ്റ് പലതും കാണുകയും കേൾക്കുകയും ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം വല്ലാത്ത രീതിയിൽ ജനകീയമായി മാറുകയും ആൾക്കാർക്ക് സത്യവും യാഥാർത്ഥ്യവും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായതുകൊണ്ടാണ്. അതിന് നിങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഇന്റേണൽ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. KPCC-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ സണ്ണി, അദ്ദേഹത്തിനോട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി വളഞ്ഞു നിർത്തുന്ന സമയത്ത് KPCC അധ്യക്ഷനോട് ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയാണ്, അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടതുമുന്നണിയുമായി കൈകോർക്കാൻ തയ്യാറാകുമോ എന്നാണ്. ഇപ്പോൾ ശ്രീ റോണി പറഞ്ഞ പോലുള്ള മറുപടിയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. പകരം അദ്ദേഹം പറഞ്ഞത് BJP-യെ മാറ്റി നിർത്തുവാൻ അങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്നതാണ്, നമ്മളത് പരിഗണിക്കും എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആദ്യത്തെ റൗണ്ടിൽ മറുപടി പറയുന്നത്. പിന്നെ 50 സീറ്റിലേക്ക് വന്നതോടുകൂടി പിന്നെ ആ ചർച്ചയുടെ പ്രസക്തി ഇല്ലാണ്ടായി പോയി എന്നുള്ളതേ ഉള്ളൂ. അത് പ്രാദേശികമാണോ എന്നെനിക്കറിയില്ല. ഇനി റോണിയാണോ ഔദ്യോഗികം, KPCC സംസ്ഥാന അധ്യക്ഷൻ പ്രാദേശികമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കേൾക്കെ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേൾക്കെ അത്തരമൊരു സാധ്യതയും സാഹചര്യവും ഉണ്ട് എന്നും അത്തരമൊരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞതാണ്. അപ്പോൾ സംസ്ഥാന തലത്തിലൊന്നല്ല, നിങ്ങൾ ദേശീയ തലത്തിൽ തുടങ്ങിയതാണ്. ദേശീയ തലത്തിൽ തുടങ്ങി സംസ്ഥാന തലത്തിൽ അതങ്ങ് താഴെ പ്രാദേശിക തലം വരെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ അടച്ചാക്ഷേപിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്താണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇടതുപക്ഷത്തോട് കൈകോർക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്താകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലാകട്ടെ, തൃപ്പൂണിത്തുറയിലാകട്ടെ, ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും മറന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നടപടിയായി പോകുമെന്നും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ നിലവിൽ ഇത് പറയുന്നത്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല നിലപാട്. പണി വരുന്നുണ്ടവറാച്ച. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?